ശ്രീ എൻ ശ്രീകുമാർ ഈ ആരോപണം ഗുരുതരമാകുന്നത്, ഈ ആരോപണം ഉന്നയിച്ചത് കർണാടകത്തിന്റെ ഉപമുഖ്യമന്ത്രിയാണ് എന്നതാണ്. മൃഗബലി അത് നിയമം മൂലം നിരോധിച്ചിട്ടുള്ളതാണ്. ഈ പൂജയുടെ ഭാഗമായിട്ട് മൃഗബലി നടത്തുക എന്നുള്ളത് ആ ഒരു സമയത്താണ് കൃത്യമായ വിവരം തനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് അദ്ദേഹം ചില റെസിപ്റ്റുകളൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ടാണ്, അതിൽ എഴുതി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. കേരളത്തിൽ കണ്ണൂരിൽ രാജരാജേശ്വര ക്ഷേത്രത്തിന് അടുത്തുള്ള ഒരു സ്ഥലത്ത്, ക്ഷേത്രത്തിൽ എന്ന് അദ്ദേഹം പറയുന്നില്ല, അടുത്തുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ യാഗം നടന്നിരുന്നു. അത് രണ്ട് തരത്തിലാണ്. ഒന്ന് ഈ ശത്രുഭൈരവ യാഗ, പിന്നെ പഞ്ചബലി. അതിലാണ് മൃഗങ്ങളെ ബലി കൊടുത്തത്. ഇത് ശത്രു സംഹാര പൂജയാണ്, ശത്രുക്കളെ തകർക്കുന്നതിന് വേണ്ടിയാണ്, അതായത് കർണാടക സർക്കാരിനെ മറിച്ചിടുന്നതിന് വേണ്ടിയാണ്. ഇത് അതീവ ഗുരുതരമാണ്. പക്ഷേ ആരാണിത് നടത്തിയതെന്ന് അറിയാമെങ്കിൽ അത് പറയേണ്ടതായിരുന്നില്ലേ ശ്രീ ഡി കെ ശിവകുമാർ? അതല്ലാതെ ഇങ്ങനെ എല്ലാവരെയും, ഈ രാഷ്ട്രീയ ശത്രുക്കളെ മുഴുവൻ സംശയനിഴലാക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഒന്നുകിൽ അദ്ദേഹത്തിന് ഇതേക്കുറിച്ച് കൃത്യമായ വിവരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ അദ്ദേഹം വെറുതെ പുകപറി ഉണ്ടാക്കുന്നതാണ്. നോക്കൂ മഞ്ജുഷേ, കർണാടകത്തിൻ്റെ ഉപമുഖ്യമന്ത്രിയായ ഡി കെ ശിവകുമാർ അദ്ദേഹം ഒരു വിശ്വാസിയാണ്, ഈശ്വരവിശ്വാസിയാണ്. അപ്പോൾ അദ്ദേഹം ഒരു കാര്യം പറയുകയാണ്, ഇങ്ങനെ കേരളത്തിലെ കണ്ണൂർ രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ഒരു ബലി നടന്നു. അത് കർണാടകത്തിൽ എനിക്കും മുഖ്യമന്ത്രിക്കും എതിരായുള്ള ഒരു ശത്രു സംഹാര പൂജ മോഡലിലാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനെ സാധൂകരിക്കാനായിട്ട് അദ്ദേഹം പോക്കറ്റിൽ നിന്നും അത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് പറയാനുള്ളതൊക്കെ നോക്കിയിട്ട് വായിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു വിവരം കിട്ടാതെ അദ്ദേഹം ഇത് പറയുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഒരു ഉപമുഖ്യമന്ത്രി മാത്രമല്ല അദ്ദേഹം, കോൺഗ്രസിൻ്റെ ഒരു ദേശീയ നേതാവ് കൂടിയാണ്, വളരെ ഊർജ്ജസ്വലൻ കൂടിയാണ്. അപ്പോൾ ഇക്കാര്യത്തിൽ കർണാടക ഉപമുഖ്യമന്ത്രി ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിക്കുമ്പോൾ സാധാരണഗതിയിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുക കേരളത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അദ്ദേഹത്തെ ഫോണിൽ വിളിച്ചിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കും. അത് അന്വേഷിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ അന്വേഷിച്ചതായിട്ട് നമുക്ക് വിവരമൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ അന്വേഷിച്ചിട്ട് അദ്ദേഹം അതിന് മറുപടി പറയുകയാണെങ്കിൽ പക്ഷേ അതിൽ ഞാൻ ആരെക്കുറിച്ചാണെന്നൊക്കെ അദ്ദേഹം പറയുമായിരിക്കാം. ഇത് കേരളത്തിലെ പോലീസ് ഇന്ന് രാവിലെയാണ് ഈ വാർത്ത നമ്മൾ കാണുന്നത്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെയായിരിക്കും കേരളത്തിലെ പോലീസിന് വിവരം കേരളത്തിൻ്റെ ഗവൺമെൻറ് കൈമാറിയിട്ടുണ്ടാവുക. അവരന്വേഷിച്ചിട്ട് പറഞ്ഞു ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന രീതിയിൽ റിപ്പോർട്ട് കൊടുത്തായിട്ട് വാർത്ത കണ്ടു. അത് റിപ്പോർട്ട് കൊടുത്തോ എന്ന് നമുക്കറിയില്ല. അപ്പോൾ ഇതൊക്കെ വിശദീകരിക്കേണ്ടത് ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയാണ്, അദ്ദേഹം വിശദീകരിക്കുമെന്നൊക്കെ വിചാരിക്കാം. അപ്പോൾ ഇതിൽ ഈ വിശ്വാസം എന്ന് പറയുമ്പോൾ അത് നമ്മൾ ഈ വിശ്വാസവും അന്ധവിശ്വാസവും രണ്ടായിട്ട് കാണുന്നുണ്ട്. ചിലപ്പം ഈ അന്ധവിശ്വാസം എന്ന് പറയുന്നത് ഈ ദുരാചാരങ്ങളെയാണ് നമ്മൾ അന്ധവിശ്വാസമായിട്ട് കാണുന്നത്. പക്ഷേ ഒരു വിശ്വാസി അന്ധമായിട്ട് ഏതെങ്കിലും ഒരു പ്രതിബിംബത്തിൽ വിശ്വാസം അർപ്പിക്കുക വെച്ചാൽ അതൊരു വിശ്വാസം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അതിലൊരു രാഷ്ട്രീയ ആരോപണവും ഉണ്ട്. രാഷ്ട്രീയ ആരോപണമാണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ വിശ്വാസം മാത്രമല്ല, വിശ്വാസമോ അവിശ്വാസമോ മാത്രമല്ല, അദ്ദേഹം വിശ്വാസിയാണ്. അതുകൊണ്ട് അതിൽ വിശ്വാസത്തിന്റെ എലമെന്റ് കൂടിയുണ്ട്. കാരണം അദ്ദേഹം ബാക്കി പറഞ്ഞു വെക്കുന്നുണ്ട്, ഞാനൊരു വിശ്വാസിയാണ്, എനിക്ക് ഇത്തരത്തിലുള്ള ഈ ക്രിയകളൊന്നും ഏൽക്കുകയില്ല, അതിന് ബദലായിട്ട് ഞാനും ചില കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണല്ലോ അദ്ദേഹം കയ്യിൽ കെട്ടിയിരിക്കുന്ന ചരട് കാണിച്ചത്. ഇത് തടക്കുന്നതിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളതാണെന്ന് ഡി കെ ശിവകുമാർ പറയുകയാണ്, അദ്ദേഹത്തിന്റെ വിശ്വാസം ഉയർത്തിക്കാട്ടുന്നതിന് വേണ്ടി. അപ്പോൾ ഇത് പക്ഷേ ഈ രാഷ്ട്രീയ ആരോപണമാണ് പ്രസക്തം. അവിടെ എന്തായാലും CPM അദ്ദേഹം എന്തായാലും പ്രതിക്കൂട്ടിലാക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവിടെ കർണാടകത്തിൽ രാഷ്ട്രീയ ശത്രുക്കൾ എന്ന് പറയുന്നത് BJPയും JDSുമാണ്. അപ്പോൾ ഇവരെ രണ്ടുപേരെയുമാണ് പ്രതിക്കൂട്ടിലേക്ക് ഡി കെ ശിവകുമാർ കൊണ്ടുവരുന്നത്. പക്ഷേ കേരളത്തിൽ നിയമം മൂലം നിരോധിച്ചിട്ടുള്ള ഒരു കാര്യം നടക്കുന്നു എന്ന് പറയുമ്പോൾ അത് സംസ്ഥാന സർക്കാരിന് ക്ഷീണമുണ്ടാക്കുന്ന കാര്യമാണ്. അതുകൊണ്ടാണ് ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി അതിന് മറുപടി കൊടുത്തതും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും മറുപടി കൊടുത്തതും പോലീസിനെ കൊണ്ട് അന്വേഷിപ്പിച്ചതും ഒന്നും കണ്ടെത്തിയിട്ടില്ല എന്നുള്ള റിപ്പോർട്ട് കൊടുത്തതും. പക്ഷേ ഈ രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് കുറച്ചുകൂടി വ്യക്തതയോടുകൂടി ഉന്നയിക്കേണ്ടതല്ലേ? അതും ഇങ്ങനെയൊരു കോണ്ടസ്റ്റിൽ, ഇങ്ങനെയൊരു സെൻസിറ്റീവായ ഒരു വിഷയത്തിൽ, അതൊരു ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇത്തരമൊരു കാര്യം പറഞ്ഞത്. രാജരാജേശ്വര ക്ഷേത്രത്തിൽ നടന്നു എന്ന് അദ്ദേഹം പറഞ്ഞില്ല. പക്ഷേ ക്ഷേത്രത്തിന് അടുത്ത് എന്ന് പറയുമ്പോൾ ക്ഷേത്രത്തെയും സംശയം മുനയിൽ നിർത്തുകയാണ്. അതുകൊണ്ടാണ് മലബാർ ദേവസ്വത്തിന് കീഴിലുള്ള TTK ദേവസ്വത്തിന്, അവർക്കാണല്ലോ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ ചുമതലയുള്ളത്, അവർക്കും ഇതിലൊരു പ്രതികരണവുമായി രംഗത്ത് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാക്കിയെടുത്തത്. ശ്രീകുമാർ, അല്ല, രാജരാജേശ്വരി ക്ഷേത്രത്തിൻ്റെ പരിസരത്തെ സമീപത്തെ എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം രാജരാജേശ്വരി ക്ഷേത്രത്തിൽ നടന്നു എന്നല്ലല്ലോ.
നമ്മൾ വെറുതെ ഒരു വാചകം വികൃതമാക്കേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഒരു സ്ഥാപനത്തിൽ നടന്നു എന്ന് പറഞ്ഞാൽ ആ പേര് പറയും. ഇത് പരിസരം എന്നൊക്കെ പറയുമ്പോൾ മനസ്സിലാക്കാനുള്ള രീതിയിലും പറയാവുന്നില്ല. അതിന് മറ്റു കാരണങ്ങളുണ്ട്. ഈ കർണാടകത്തിലെ രാഷ്ട്രീയ നേതാക്കൾ, അത് കോൺഗ്രസ് ആകട്ടെ BJP ആകട്ടെ JDS ആകട്ടെ, കണ്ണൂരിലെ ക്ഷേത്രങ്ങളിൽ പതിവായി വരുന്നതാണ്. അത് സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് യെദ്യൂരപ്പ വന്നിട്ടുള്ളതാണ്, അനുഗ്രഹം തേടി പോയിട്ടുള്ളതാണ്. അവിടെയുള്ള പലരുമായിട്ട് നല്ല അടുപ്പം യെദ്യൂരപ്പയ്ക്കുണ്ട്. അതുപോലെ തന്നെ SD കുമാരസ്വാമിയുടെ കുടുംബവും അങ്ങനെ തന്നെയാണ്. DKയും വരാറുള്ളതാണ്. അതുകൊണ്ടാണ് ഈ ക്ഷേത്രത്തിന്റെ പേരിലേക്ക് വരുന്നതും. ഞാൻ താങ്കളിലേക്ക് വരാം. ഇപ്പോൾ